ഇന്നലെ ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന 2 ഐറിഷ് സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറയുമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഐറിഷ് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ കുട്ടികളെ കൊണ്ട് പോലും ഡ്രഗ് ബിസിനസ് ചെയ്യിക്കുന്നു. നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ പോലും ഡ്രഗ്സ് അനിയന്ത്രിതമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെയും ഇതിനൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. കാരണം കുട്ടികൾക്കെതിരെയുള്ള നിയമങ്ങളൊന്നും കർശനമല്ല, കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ മാഫിയകളൊക്കെ ഈ കുട്ടികളെ കൊണ്ട് തന്നെ ഈ ഡ്രഗ്സ് ബിസിനസ്സൊക്കെ യൂസ് ചെയ്യുന്ന സിറ്റുവേഷനാണ് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന 2 ഐറിഷ് സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറയുമായിരുന്നു, കോവിഡ് സമയം കഴിഞ്ഞതിൽ പിന്നെ ഒരു 2000-ഓളം ബാറുകളാണ്, 2000-ഓളം പബ്ബുകളാണ് അടച്ചു പൂട്ടേണ്ടി വന്നത്. അപ്പോൾ അവർ ഇതിന് പറയുന്ന ഒരു കാരണം എന്താണെന്ന് അറിയണ്ടേ, ആൾക്കാരൊക്കെ വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാരൊക്കെ കുറച്ച് മാറി ചിന്തിക്കാൻ തുടങ്ങി. അവർ കൂടുതൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്, കൂടുതൽ പേരും കളിക്കുകയാണ്. എന്നാൽ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പ്രോഗ്രസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ഒരു വലിയ തെളിവാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഒരു വലിയ ഗ്രൗണ്ടാണ്, ഇവിടെ കുട്ടികൾ വന്ന് കളിക്കുകയാണ്. ഇവിടെ ഇപ്പം പേരൻസ് ഇതുപോലെയുള്ള ഡ്രഗ്സിൻ്റെ അമിത യൂസൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവരെ മാക്സിമം സ്പോർട്സിലേക്ക് ഒരു ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ ഇവർ നിറഞ്ഞ് കളിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ചായക്കടകളേക്കാൾ അമിതമായിട്ടായിരുന്നു ഇവിടുത്തെയൊക്കെ ബാറുകളൊക്കെ. അപ്പോൾ അതൊക്കെ അടച്ച് പൂട്ടിക്കൊണ്ടിരിക്കുന്നു കുറേയൊക്കെ. എന്നിട്ട് കോഫി ഷോപ്പുകൾ അതുപോലെയൊക്കെയുള്ള ഉല്ലാസങ്ങളിലേക്കും പ്ലേ ഗ്രൗണ്ട്സിലേക്കും ഒക്കെ ആളുകൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതൊരു വലിയ മാറ്റമാണ്. ഒരു കുട്ടികൾക്ക് വേണ്ടി കളിക്കാനായിട്ടുള്ള പ്ലേ ഗ്രൗണ്ട്സ് സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് പേരൻസ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവരുടെ കൂടെ വന്ന് അവരെ പ്രൊഫഷണലായിട്ട് ഇവിടെ പല കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ തനതായിട്ടുള്ള സ്റ്റെർലിംഗ് എന്ന് പറയും, നമ്മുടെ നാട്ടിലെ ഹോക്കി പോലുള്ള ഒരു സ്റ്റിക്ക് വെച്ച് കളിക്കുന്നതാണ്. പിന്നെ GAA ഒരു ഫുട്ബോളിൻ്റെ വേറൊരു രൂപമാണ്. അപ്പോൾ ഇതൊക്കെ എന്തെന്നില്ലാതെ മാറി കളിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരെ സ്പോർട്സിലേക്ക് കൂടുതൽ ആകർഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ മാറ്റമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം പേരൻസ് തുടങ്ങണം. നമുക്ക് തന്നെ അറിയാം, നാട്ടിലിപ്പോൾ ലഹരിയെ പറ്റിയുള്ള വൻ ചർച്ചകൾ, ലഹരി മാഫിയൊക്കെ പിടിക്കാനൊക്കെ ആരംഭിച്ച് കുറച്ച് മാറ്റങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്തു. പക്ഷേ എമ്പുരാൻ വന്നപ്പോഴത്തേക്ക് ലഹരി മാഫിയയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ മറന്നു. എമ്പുരാനെ പറ്റിയുള്ള ചർച്ചകളായി. അങ്ങനെ ഓരോ വിഷയം നാട്ടിലുണ്ടാകുമ്പോൾ മാധ്യമങ്ങളും എല്ലാവരും മറ്റ് കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചയാണ്. വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തില്ല. IM വിജയൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അത് ഇങ്ങനെ പറയുന്നു, എൻ്റെ ലഹരി എന്ന് പറയുന്നത് ഫുട്ബോളായിരുന്നു, എൻ്റെ ലഹരി എന്ന് പറയുന്നത് സ്പോർട്സ് ആയിരുന്നു. അതുപോലെ ഓരോ നമുക്ക് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പാട്ടാവാം, ഡാൻസ് ആവാം, അവരുടെ ലഹരി എന്തെന്ന് കണ്ടുപിടിച്ച് ആ ലഹരിയിലേക്ക് വഴി തിരിച്ചുവിടുക. of learning not no fresh. It doesn't record sound though. okay. It doesn't record sound.